ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോനുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ അവൻ വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ മോന് വന്നു. ഇപ്പോൾ അവൻ്റെ വണ്ടിയിൽ നിന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ ഒരു 3:20 ആകുമ്പോഴത്തേനെ എത്തുന്നതാണ്. ഇന്ന് 3:45 ആയിട്ടോ. കാരണം നല്ല മഴ കാരണം പതുക്കെയാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കുട്ടികൾ വന്നുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചായക്ക് എന്താ കൊടുക്കുകയാണെന്നാണല്ലേ. ഇവർക്ക് എന്താ വെച്ചാൽ ചായ അല്ല മസ്റ്റ്. കാരണം ചായക്ക് എന്താണ് എന്നുള്ളതാണ്. ചായക്ക് എന്താണ് കടിയെന്ന് അറിയേണ്ട ആവശ്യമുള്ളൂ. ചായ വേണം നിർബന്ധമില്ല. അപ്പം നമ്മൾ ഇന്ന് അവന് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. അതിന് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാതുള്ളതൊക്കെ ഞാൻ മസാല തിരുമ്പിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കത് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വന്ന സമയത്ത് മച്ചു ഉറങ്ങിയായിരുന്നു. മച്ചുവിനെ അവൻ നീപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈ ചെയ്യുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഓരോന്നോരോന്നായിട്ട് എണ്ണം കുറയിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തു. വരുന്ന സമയത്ത് അവന് ഇഷ്ടമുള്ള സംഭവം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അന്നത്തെ ദിവസമേ നല്ല അടിപൊളിയായിരിക്കും. അവൻ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് കേൾക്കും. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ആദ്യം പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് മൈദ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മൈദയുടെ പച്ച മണം പോകുന്നത് വരെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് അതിലോട്ട് പാല് വാർന്ന് മിക്സ് ചെയ്യുക. പാല് അതേമാതിരി നമുക്കത് വേണ്ട കുരുമുളക്, അതേമാതിരി ചില്ലി ഫ്ലെക്സ്, പാല് ഒക്കെ ഇട്ടിട്ട് അതൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മൾ വൈറ്റ് സോസ് റെഡിയായി കിട്ടും. ലോഡഡ് ഫ്രൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അത് ഷോർട്സ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമ്മൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ലേശം എരിവ് കുറവായത് കാരണം തന്നെ എരിവ് ഒന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുരുമുളക്. അപ്പോൾ ഓൾറെഡി ഞാൻ മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കെച്ചപ്പ് ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ ലോഡഡ് ഫ്രൈസിൻ്റെ ആദ്യം ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നമ്മൾ മയോണൈസ് റെഡിയാക്കിയതും പിന്നെ അതിൽ ചിക്കനും ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടി കണ്ടിന്യൂസ് ആയിട്ട് അതന്നെ ഒന്ന് ചെയ്ത് കൊടുത്തു. ഒന്ന് ലെയറാക്കി 2 ലെയറാക്കി വെച്ചു. പിന്നെ നമ്മൾ അതിന് മുകളിൽ വൈറ്റ് സോസാണ് പാരുന്നത്. ചൂടാവാനൊന്നും സമയമില്ലാതെ ആൾക്കാരത് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം രണ്ടാൾക്കും കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പരിപാടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരത് ഫിനിഷ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ അവന് ഹോംവർക്കൊക്കെ എഴുതാനുള്ളതൊക്കെ നോക്കി. ഗ്രൂപ്പിലാണ് അവൻ്റെ ഹോംവർക്കുകളൊക്കെ ടീച്ചർ വിട്ടു തരിക. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. അവനിപ്പോൾ ഹിന്ദി മറാഠി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ പഠിച്ചുള്ള വിഷയമായതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. ഹിന്ദി മറാഠി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം കാരണം അത് ഒന്ന് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എഴുതൽ പഠിക്കൽ എന്നുള്ള പരിപാടിയൊക്കെ ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു കലാപരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.